ഹലോ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മുടെ ചാനലിലെ 100ാമത്തെ എപ്പിസോഡാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. നിങ്ങൾക്കായിട്ട് ഇതാ ഒരു സ്വീറ്റ് സ്പെഷ്യൽ ഗ്ലാസ് പുഡിംഗ്. നിങ്ങളിത് വളരെ റിലാക്സ്ഡ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. വളരെ സ്ലോ ആയിട്ട് നമുക്ക് പോവാം. ഈ പുഡിങ്ങിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അഗർ അഗറും പഞ്ചസാരയും പിന്നെ ഫ്രൂട്ട്സുമാണ്. അഗർ അഗർ അല്ലെങ്കിൽ ചൈന ഗ്രാസ് എന്ന് പറയുന്നത് 100% വെജിറ്റേറിയൻ ആണ്. അത് നമുക്കിപ്പോൾ എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ അഗർ അഗറിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സമയം ഇത് കുതിർന്ന ശേഷം നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ടതാണ്. ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. ചൈന ഗ്രാസ് പെട്ടെന്ന് സെറ്റ് ആവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിവിടെ സോക്ക് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. സ്ട്രോബെറി വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം. ഒരല്പം ഉപ്പും ചേർത്ത് കഴുകുന്നത് നല്ലതായിരിക്കും. ആപ്പിളും നമ്മൾ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഉരച്ച് കഴുകുകയാണ്. കഴുകിയെടുത്ത ആപ്പിളും സ്ട്രോബെറിയും നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ആപ്പിൾ കളർ മാറി പോകാതിരിക്കാനായിട്ട് നമുക്ക് ഒരല്പം ലെമൺ ജ്യൂസ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഓറഞ്ച് ഒന്ന് ശരിയാക്കി എടുക്കാം. അതിൻ്റെ തൊലിയും കുരുവുമൊക്കെ കളഞ്ഞ് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലുള്ള കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. അത് കയ്പ്പ് വരാതിരിക്കാനാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഞാൻ ഗ്ലാസ് പുഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു പൈനാപ്പിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പഴുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഉണങ്ങിയ പൈനാപ്പിൾ എടുക്കുകയാണ്, കാൻഡി പൈനാപ്പിൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഫ്രൂട്ടും ചേർക്കാവുന്നതാണ്. നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ഇപ്പോൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അഗർ അഗർ ഉരുക്കിയെടുക്കാൻ തുടങ്ങാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം തന്നെ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് മുറിച്ച് വെക്കണം. അവസാനം മാത്രമേ നമ്മൾ അഗർ അഗർ മെൽറ്റ് ചെയ്തെടുക്കാവുള്ളൂ. ഒരു വലിയ പാത്രത്തിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര. ഇതൊന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അഗർ അഗർ വേറൊരു പാത്രത്തിൽ ഒരല്പം വെള്ളത്തിൽ ഒന്ന് ഉരുക്കി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പഞ്ചസാര സിറപ്പ് ഒന്ന് തിളച്ചിട്ടുണ്ട്. ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ അഗർ അഗർ ഉരുക്കിയെടുക്കാനായിട്ട് തുടങ്ങാം.
വേറൊരു പാത്രം എടുക്കുക, ഇതുപോലൊരു പാൻ എടുക്കുക. അതിലേക്ക് ഒരു അല്പം വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന 10 ഗ്രാം അഗർ അഗർ ഇതിലോട്ട് ചേർത്ത് തുടർച്ചയായിട്ട് ഇളക്കുക. ഇത് ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് പഞ്ചസാര സിറപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചേർത്ത് ഇളക്കി നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 2-3 തുള്ളി ഫ്രൂട്ട് എസെൻസ് അല്ലെങ്കിൽ പൈനാപ്പിൾ എസെൻസ് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും. അത് ഓപ്ഷണലാണ്. ഇപ്പോൾ നമ്മുടെ അഗർ അഗറും പഞ്ചസാരയും ചേർന്ന് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് ഇരിക്കും തോറും അത് കട്ടി പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിത് ഉരുക്കിയെടുത്ത ഉടനെ തന്നെ നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങേണ്ടതാണ്. അപ്പോൾ ഇതുപോലൊരു പാത്രം അല്ലെങ്കിൽ ഒരു മോൾഡ് എന്തെങ്കിലും എടുക്കുക. അതിലേക്ക് 2-3 സ്പൂൺ അഗർ അഗർ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്രൂട്ട്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഫ്രൂട്ട്സിന് നമുക്ക് കൃത്യമായ അളവൊന്നുമില്ല. അഗർ അഗർ മിക്സ്ചറിനകത്ത് ഫ്രൂട്ട്സ് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കാവുന്നതാണ്. അത് പാത്രം നിറയുന്നത് വരെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതുപോലുള്ള ചെറിയ കണ്ടെയ്നേഴ്സിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ചെറിയ പുഡിങ്ങാണ് വേണ്ടതെങ്കിൽ. വലുതായിട്ട് ഒറ്റ ഗ്ലാസ് പുഡിങ്ങായിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആദ്യം കാണിച്ച പോലെ ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ചെടുക്കാം. നമുക്ക് എല്ലാ പുഡിങ് മിക്സ്ചറും യൂസ് ആവുന്നവരെ പല പല പാത്രങ്ങളിലായിട്ട് ഒഴിച്ച് വെച്ചേക്കുക. ഞാൻ ഇവിടെ ഒരു 5-6 ചെറിയ കണ്ടെയ്നേഴ്സിലും പിന്നെ ഒരു വലിയ ഗ്ലാസ് കണ്ടെയ്നറിലുമായിട്ട് ഒഴിച്ച് വെച്ചേക്കുകയാണ്. ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഫ്രീസറിലല്ല വെക്കേണ്ടത്. സാധാരണ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ നമുക്ക് എല്ലാം ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. നിങ്ങൾക്ക് മൂടി ഇല്ലെങ്കിൽ ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യാം. ഒരു 2-3 മണിക്കൂറിന് ശേഷം നമുക്കിതുപോലെ സെറ്റായി കിട്ടും. അപ്പോൾ നമുക്ക് ഡിമോൾഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഗ്ലാസ് പുഡിംഗ് റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് കഷ്ണങ്ങളായിട്ട് മുറിച്ച് എല്ലാവർക്കും സെർവ് ചെയ്യാവുന്നതാണ്. ഐസ്ക്രീമിൻ്റെ ഒപ്പം ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ 100ാമത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.